ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ പുതിയ പ്രീതിയുടെ മിക്സർ ഗ്രൈൻഡറാണ് അൺബോക്സിങ് ചെയ്ത് കാണിക്കുന്നത്. ഇത് വിഷുവിന് അടുപ്പിച്ച് ലുലുന്ന് ഓഫറിൽ വാങ്ങിച്ചതാണ്. 279 ദിർഹംസ് ആണ് ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ 1 ഇയർ വാറണ്ടിയാണ് ഇപ്പോൾ ഇതിനുള്ളത്. അപ്പം നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്താലും നമുക്ക് 1 ഇയർ കൂടെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള നല്ലൊരു അടിപൊളി ലുക്കുള്ളൊരു മിക്സി തന്നെയാണിത്. നല്ലൊരു മോഡലാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 3 ജാറ് വരുന്നുണ്ട്, 4 ലിഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ജാറാണിത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. എനിക്ക് മാക്സിമം മിക്സിയുടെ ഉപയോഗം തേങ്ങ അരക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ലിഡ് വരുന്നുണ്ട്. ഒന്ന് സാധാരണ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ലിഡ് വരുന്നുണ്ട്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അരക്കാനുള്ളൂ എങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലിഡ് കൂടെ വരുന്നുണ്ട്. ഇത് കുറച്ച് നമ്മൾ സാധാരണ ഉഴുന്ന് ദോശമാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരക്കുന്ന സമയത്ത് നമുക്ക് ഈ ടൈപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് ലിഡ് ഉപയോഗിക്കാം. അല്ലാത്ത സമയത്ത് നമുക്ക് മറ്റേ വൈറ്റ് കളർ ലിഡും കൂടെ ഉപയോഗിക്കാം. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ഈ ഒരു മിക്സിയുടെ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ജാറ് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പോർഷൻ കൂടെ വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഓറഞ്ചോ ആപ്പിളോ എന്താ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുത്താൽ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അരിച്ചെടുക്കാതെ തന്നെ ജ്യൂസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു മിക്സി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിഡ്. കുറച്ച് തേങ്ങയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ലിഡും കൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു മിക്സി ഉപയോഗിച്ച ശേഷം എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ജാറിന് കുറച്ച് വെയ്റ്റ്ലെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുന്നേ ഞാൻ പ്രീതിയുടെ മിക്സി ഉപയോഗിച്ചപ്പോൾ ജാറ് നല്ല വെയിറ്റുള്ള ജാറൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറ് പെട്ടെന്ന് കുറച്ച് വെയിറ്റ് ലെസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. തേങ്ങയൊക്കെ അരച്ച സമയത്ത് നന്നായിട്ട് അരഞ്ഞൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും ഇതൊരു അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളല്ല, നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. ജസ്റ്റ് ഒരു അൺബോക്സിങ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്